ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. പ്രഭാതവചന ചിന്തയിലേക്ക് അവരെയും സ്വാഗതം ചെയ്യുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. അതിൻ്റെ 10-ാമത്തെ വാക്യം. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. ഒരു ജനത്തിൻ്റെ നിലവിളിയുടെ ശബ്ദത്തിൻ്റെ മുമ്പിൽ മഹാനിയോഗത്തോടെ മറ്റൊരു വ്യക്തിയെ വിളിച്ച് ആ ജനത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ഒരു രംഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. 2-ാം അധ്യായം അതിൻ്റെ ഒടുവിലത്തെ വാക്യം, ജനം പീഡന നിമിത്തം, കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചപ്പോൾ പിതാക്കന്മാരെ ഓർത്ത് വിടുവിച്ച കടാക്ഷിച്ച് 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ ഭാഗത്ത് കാണാൻ കഴിയുന്നു. ആടുകളെ മേയിച്ചു കിടന്ന മോശയെ ഒരു പ്രത്യേക ദർശനത്തോടു കൂടി വിളിച്ചു വേർതിരിക്കുന്ന ഈ അനുഭവം, അതുപോലെ ജലത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി ഒരു മഹാനിയോഗം തൻ്റെ മേൽ കൈമാറുകയും ചെയ്യുന്നു. ഇന്ന് പകലിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ നിലവിളിക്കകത്ത് ചിലരുടെ വിളി ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. മാതാവേ, പിതാവേ, നിങ്ങളുടെ വിളിക്കകത്ത് ചിലരുടെ വിളി ഒതുങ്ങിക്കിടപ്പുണ്ട് എന്ന് ഇധരണിയിൽ നിങ്ങൾ വിശ്വസിച്ചാൽ, ഒതുങ്ങിക്കിടക്കുന്ന ചില ജീവിതങ്ങളെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വിളിയുടെ ശബ്ദം എത്തുന്നു. സർവശക്തനായ ദൈവം തന്നോട് നിലവിളിക്കുന്നവരുടെ അവസ്ഥയെക്കുറിച്ച് സദാ ശ്രദ്ധാലുവാണ്. കഷ്ടങ്ങളും നഷ്ടങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഈ അവസരങ്ങളുടെ നടുവിൽ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉടനടി പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ വരുന്ന സാഹചര്യങ്ങൾ, ആ സന്ദർഭങ്ങളിലൊക്കെ അനേകർ നിരാശപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ പ്രാർത്ഥനകൾക്ക് മറുപടി താമസിക്കുമ്പോഴും ദൈവം നമ്മുടെ നിലവിളികൾക്ക് ഓരോ പരിഹാരം വരുത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. 430 വർഷക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചിരുന്ന ജനതയുടെ ഉദ്ധാരണത്തിന് വേണ്ടി മോശയുടെ വിളി അതിന് ഉദ്ധാരണമായി അല്ലെങ്കിൽ മുഖാന്തരമായി മാറിയെങ്കിൽ, ഇന്ന് പകലിൽ നമ്മുടെ ശ്രദ്ധ മുഴുവനും നമ്മുടെ നിയോഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക. അതുകൊണ്ട് മോശയോട് പറഞ്ഞതുപോലെ ആകയാൽ വരിക എന്നുള്ള അത്യുന്നതനായ ദൈവത്തിൻ്റെ വിളി മോശ സ്വീകരിച്ചതുപോലെ നമുക്കും ദൈവത്തിൻ്റെ പ്രതിനിധിയായി ആ വിളിയെ സ്വീകരിക്കാം. അതുകൊണ്ട് മാന്യ സഹോദര സഹോദരി, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ജനത്തെ മോചിപ്പിക്കുവാൻ വിക്കനായ മോശയെ അവൻ്റെ വാർദ്ധക്യത്തിൽ ക്ഷണിക്കുന്ന അത്യുന്നതനായ ദൈവം തന്നെ ഈ പ്രഭാതത്തിൽ താങ്കളെയും ക്ഷണിക്കുന്നു. ആകയാൽ വരിക, കഷ്ടങ്ങളും വേദനകളുടെയും യാതനകളുടെയും നടുവിൽ നട്ടം തിരിയുന്ന ഒരു കൂട്ടം ജനത്തിന് സാന്ത്വനം, സമാധാനം, ആശ്വാസം കൊടുക്കേണ്ടതിന് വേണ്ടി മഹാനിയോഗത്തിനോട് നമ്മെ തന്നെ ഏൽപ്പിക്കുക. ആകയാൽ വരിക. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗാഡ് ബ്ലസ് യു. മാറാനാഥ.